ഹലോ എവരിവൺ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫിലഡൽഫിയയിലെ നേവി യാർഡിലാണ്. അവിടെ USS ആർലിംഗ്ടൺ എന്ന് പറയുന്ന യുദ്ധക്കപ്പൽ കുറച്ച് ദിവസത്തേക്ക് വേണ്ടി മാത്രം വന്നിരിക്കുകയാണ്. അപ്പം ഇന്ന് USS ആർലിംഗ്ടൺ എന്ന് പറയുന്ന ആ യുദ്ധക്കപ്പലിൻ്റെ കുറച്ച് വിശേഷങ്ങളും ഇൻസൈഡ് വിവരങ്ങളുമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നത്. നമ്മൾ നിൽക്കുന്ന USS ആർലിംഗ്ടണിൻ്റെ ഷിപ്പിൻ്റെ സെക്കൻഡ് ഡെക്കിലാണ്. ഇവിടെയാണ് ഈ വെഹിക്കിൾസ് എല്ലാം സ്റ്റോറേജ് ചെയ്തത്. ഈ കാണുന്നത് ഒരു വെഹിക്കിളാണ്. അതുപോലെ തന്നെ ഇതുപോലെ പല വെഹിക്കിളിലൂടെ സ്റ്റോറേജ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഓൾമോസ്റ്റ് എംപ്റ്റി ആണ്. പക്ഷേ നമ്മളിപ്പോൾ ഇവിടുന്ന് ഇത് പോയി കഴിയുന്ന ഉടനെ ഇത് നിറച്ച് ഇതുപോലുള്ള മിലിറ്ററി വെഹിക്കിൾസ് അവർ കയറ്റിക്കൊണ്ട് പോകും. അത് കഴിഞ്ഞ് കപ്പൽ പോകുന്ന എവിടേക്കാണോ അവിടെ ചെന്ന് ഇതുപോലെ മറൈൻസിനെയും ആൾക്കാരെ ഇറക്കി അവർ ലോഡ് ചെയ്യുകയും അൺലോഡ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് USS ആർലിംഗ്ടണിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള നമ്മുടെ ഹെലികോപ്റ്റേഴ്സിനെ ഒരു ഡെക്ക്, ഇതിൻ്റെ ഹെലികോപ്റ്റേഴ്സിൻ്റെ ഡെക്കാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന പോലെ അവർ പറയുന്നതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ അറ്റ് ദ സെയിം ടൈമിൽ 7-8 ഹെലികോപ്റ്റേഴ്സ് അപ്പാച്ചീസിനെ ലാൻഡ് ചെയ്യിക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻസൈഡിലെ ഡെക്കിനകത്ത് അവർക്ക് 2 എണ്ണം അവരുടെ ഹെലികോപ്റ്ററിൻ്റെ ബ്ലേഡുകൾ ഫോൾഡ് ചെയ്ത് അതിനകത്ത് സ്റ്റോർ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ഈ കാണുന്നതെല്ലാം ഇപ്പോൾ സർവീസിലുള്ള യൂസ് ചെയ്യുന്ന ഹെലികോപ്റ്റേഴ്സാണ്, യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഹെലികോപ്റ്റേഴ്സാണ് ഈ കാണുന്നത് മൊത്തം. അപ്പോൾ നമ്മൾ ഈ ഹെലികോപ്റ്ററിനകത്താണ് ഇരിക്കുന്നത്. നമ്മൾ ഈ മൂവികളിലൊക്കെ മാത്രമേ ഇതൊക്കെ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇതിനകത്ത് ഈ പറയുന്ന പോലെ നമുക്ക് തോന്നുന്ന ഒരു ഓൾഡ് സെറ്റപ്പാണ് ഈ കാണുന്നത്. ഓൾഡ് വയറിങ്സ്, സെറ്റപ്സ്. കാരണം ഇതൊരു കംഫർട്ടിന് വേണ്ടി ചെയ്തിരിക്കുന്നതല്ലല്ലോ. ഇതൊരു ആവശ്യത്തിന് വേണ്ടി, ഒരു യുദ്ധസമയത്ത് ഉപയോഗിക്കുന്ന ഹെലികോപ്റ്റർ ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ രീതിയിലാണ് ഇതിൻ്റെ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ സീറ്റിംഗ് ആണെങ്കിലും അതുപോലെ തന്നെ എമർജൻസി ടൂൾ കിറ്റ്സ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വെച്ചിരിക്കുന്നു. വളരെ ബിഗ് ഒരു ഹെലികോപ്റ്റർ ആണെങ്കിൽ തന്നെ ഇതിനകത്ത് വളരെ ടൈറ്റ് സ്പേസ് ആണുള്ളത്. ഇത്രയും ഒരു 2 പേർക്ക് ഇരിക്കാനുള്ള ഒരു സ്പേസ്, പൈലറ്റ് 1 മിസൈൽസ് കൺട്രോൾ ചെയ്യാനുള്ള വളരെ ടൈറ്റ് സ്പേസ്, ഇത്രയും ഉള്ള അതിൻ്റെ സൈസ് ഇൻസൈഡിലുള്ള ആൾക്കാർക്ക് ഇരിക്കാനുള്ളത്.